ഇന്നലെയും സന്തോഷം കണ്ണീരായിരുന്നു. ഒന്നുകൂടി സന്തോഷം കൂടിയല്ലേ? അതെ അതെ അതെ. മറ്റ് സിനിമകളിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അച്ഛൻ കണ്ടത് നിങ്ങൾ എങ്ങനെയുണ്ട് പറ. ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ കണ്ടവളാണ്. പ്രൊമോഷൻസ് വന്നു. അതിന്റെ റിസൾട്ട് തിയേറ്ററിൽ ഓരോ സീൻസിൽ കൈഡികൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. ഓരോ സീൻസിൽ നമുക്ക് കാണാൻ പറ്റും. എന്ത് പ്രഷറായിട്ട് കാണുന്നത്? അല്ല, ഞാൻ ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. ഞാനിതിനെ പറ്റിയിട്ട് എനിക്കും നിങ്ങൾ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ വളരെ ഇമോഷണലാണ്. പക്ഷെ ഞാൻ പറയാതെ നിങ്ങളാണത് കണ്ടിട്ട് എന്നോട് പറയണ്ടേ. നിങ്ങൾ കണ്ടതാണെങ്കിൽ എന്നോട് പറയൂ എങ്ങനെയുണ്ടെന്ന്. താങ്ക് യു താങ്ക് യു. ഇനി 3Dയിൽ കാണുന്നു. അതാണ് വളരെ ഇമോഷണൽ കണ്ണുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന കാണാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എത്രത്തോളം ഇതാണ് ഞങ്ങൾ കുറച്ച് നാളായിട്ട് പണിയെടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ കുറച്ച് നാൾ പണിയെടുത്ത പോലെ തോന്നുന്നുണ്ടോ? ജോവിനോ ഒരു ആക്ഷൻ ലെവലിൽ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിലേക്ക് മാറുകയാണ്. ആക്ഷനല്ല, ഒരു നടൻ എന്നുള്ള നിലയിലേക്കല്ല അദ്ദേഹം മാറിയത്. ഒരു വ്യക്തി, നടൻ, കഥാപാത്രം എന്നുള്ളതിൽ മാറി. നമുക്ക് ടൊവിനോ എന്ന് പറയുന്ന ഒരാളെ മറ്റ് സിനിമകളിൽ കണ്ടതുപോലെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹം ഒരു വലിയൊരു നടനിലേക്ക് 3 ക്യാരക്ടേഴ്സും വളരെ വ്യത്യസ്തമായിട്ട്. ഞാൻ ഇന്നാണ് കുഞ്ഞിക്കേളുവിനെയും അജയനെയും ഒക്കെ കാണുന്നത്. എനിക്ക് അജയനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. മലയാളത്തിലേക്ക് ഒരു ആക്ഷൻ നായകൻ ഒരു നടൻ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു നടൻ എന്നുള്ള രീതിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇതാ അവിടുന്ന് തുടങ്ങിയേ അല്ലേ? ഒരുപാട് സ്വപ്നം കണ്ടിരുന്നുണ്ടായിരിക്കില്ലേ? അല്ല, അതിന്റെ ഒരു സന്തോഷം. പക്ഷെ ഇതിപ്പോ എനിക്ക് ആ സന്തോഷം വരണമെങ്കിൽ നിങ്ങൾ പറയൂ. നിങ്ങൾ കണ്ടത് ഒരാൾ പറഞ്ഞു, ബാക്കിയുള്ളവർ പറയൂ എങ്ങനെയുണ്ടെന്ന് പടം പറയും. ഒരു രക്ഷയില്ല, അന്യ സീക്വൻസ് വരുന്നില്ല. താങ്ക് യു. ഇറങ്ങാം. ഇന്നലത്തെ കരച്ചിലിന്റെ സന്തോഷം എങ്ങനെയുള്ളായിരുന്നു? ഇന്നലെയും സന്തോഷം കണ്ണീരായിരുന്നു. ഒന്നുകൂടി സന്തോഷം കൂടിയല്ലേ? അതെ അതെ അതെ. പടം അടിപൊളിയായിരുന്നു ബ്രോ. താങ്ക് യു താങ്ക് യു. അടിപൊളിയായിരുന്നു. അപ്പൊ 4 പേരോട് പറയും. കൂടെ താങ്ക് യു.